ബിഗ് ബോസിലുള്ള ഓരോ മത്സരാർത്ഥിയുടെയും ഗെയിമിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിലയിരുത്തലാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ, ഈ സീസൺ വിൻ ചെയ്യാൻ അർഹതയുള്ള മത്സരാർത്ഥി ആരാണ് എന്ന്. ആദ്യത്തെ ആള് നോറയാണ്. നോറയുടെ ഗെയിം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ തന്നെ ഒരുപാട് ദിവസം ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ നോറ ടാസ്കുകളിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അതേ സമയത്ത് തന്നെ നിലപാടുകൾ പറയാൻ ആരെയും ഭയപ്പെട്ടിട്ടില്ല. ശക്തമായി തന്നെ തന്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റസ്മിനുമായിട്ട് കട്ട കമ്പനിയായിട്ട് ഒന്നിച്ച് പല സന്ദർഭങ്ങളിലും നിന്നിട്ടുണ്ട്. പക്ഷേ നോറയ്ക്ക് ഒരു കിടിലൻ അങ്ങനെ ഒരു ഗെയിം ഇല്ലായിരുന്നു. നോറയുടെ ആകെ ഉണ്ടായിരുന്ന ഗെയിം ജാൻമണിയുമായിട്ടായിരുന്നു. ജാൻമണി പോയിട്ട് പിന്നെ നോറയ്ക്ക് ജിൻഡോയായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ഗെയിം പറയത്തക്ക രീതിയിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നോറയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഓഡിയൻസിന്റെ ഇടയിലും സ്വീകാര്യതയുണ്ട്, വളരെ കുറച്ചു പേരുടെ ഇടയിൽ മാത്രമാണ് ഉള്ളത്. പക്ഷേ മറ്റു പലരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റസ്മിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തുടക്കം തൊട്ടേ തന്നെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ കൂട്ടുകെട്ടുകളിൽ പോയി പെട്ടു. ജാസ്മിൻ ഗബ്രി കോംബോയുടെ ഇടയിൽപ്പെട്ട് കുറേ ദിവസം സ്വന്തമായി നിലപാട് പോലും മറന്നുപോയി. അനാവശ്യമായ പേഴ്സണൽ ഗ്രഡ്ജും ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കയറി ഇടപെട്ട് കുറേ ഷോ ഓഫ് ഒക്കെ കാണിച്ചതുമൊക്കെ നെഗറ്റീവായി. അതേ സമയത്ത് തന്നെ ഇൻഡിവിജ്വൽ ഗെയിം ഇല്ലായിരുന്നു. മറ്റുള്ളവരുടെ ഗെയിമിൽ കയറിക്കൂടി പോകുന്ന രീതിയായിരുന്നു. അത് ആദ്യം ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ ആണെങ്കിൽ ഇപ്പോൾ അർജുന്റെയും ശ്രീധുവിന്റെയും കൂടെയാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ് റസ്മിൻ. പക്ഷേ സ്ട്രോങ് ആയിട്ട് പലപ്പോഴും തന്റെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ജിൻഡോയ്ക്കെതിരെ പറഞ്ഞിട്ടുമുണ്ട്. നന്ദന വൈൽഡ് കാർഡായിട്ട് വന്നയാളാണ്. ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ പറയത്തക്ക ഒരു ഗെയിം ഇല്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാനൊന്നും പേടിയൊന്നുമില്ല. എന്തും വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമാണ്. പക്ഷെ ഒരു ഗെയിമിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഒരു സ്റ്റോറി ലൈനിൽ നന്ദനയ്ക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നന്ദനയുടെ ഇതായിട്ടുള്ള ഒരു സ്റ്റോറി മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ നന്ദന അത്യന്താപേക്ഷിതമായ ഒരു സന്ദർഭം അവിടെ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. നന്ദന പോയാലും അവിടെ നിന്നാലും ഷോയിൽ കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നന്ദനയുടെ ഷോയിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അപ്സരയാണ്. തുടക്കത്തിൽ അടിപൊളി പ്ലെയർ ആയിരുന്നു, വളരെ സ്മാർട്ടായിരുന്നു, ടാസ്കുകളിൽ നല്ല ആവേശത്തോടെ മത്സരിക്കുമായിരുന്നു, നിലപാടുകൾ പറയുമായിരുന്നു, ഇൻഡിവിജ്വലായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ പല കൂട്ടുകെട്ടുകളിലും പെട്ടു, പല ഗ്രൂപ്പുകളിൽ പെട്ടു, ഇൻഡിവിജ്വലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറന്നുപോയി. പലപ്പോഴും പൊതുവായിട്ടുള്ള ആളുകൾക്ക്, അതായത് മൊത്തം ആളുകൾക്കും എന്താണോ അതിനൊപ്പം നിന്നു അഭിപ്രായ പ്രകടനങ്ങളിൽ. അതുമാത്രമല്ല ഗെയിം സ്ട്രാറ്റജീസ് ഒന്നും ഇല്ലാതെ പോയി. എന്ന് വെച്ചാൽ അപ്സരയ്ക്ക് അപ്സരയുടേതായിട്ടുള്ള ഒരു ഗെയിം ഇല്ല. ഇപ്പോൾ ഒരു ശക്തനായ ഒരു എതിരാളി ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായ ചില വിഷയങ്ങളിൽ നിലപാടുകളില്ല. അപ്സര പിന്നെയൊക്കെ ആയപ്പോൾ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തിപ്പോകുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ്സര നിൽക്കുന്നത്. അടുത്തത് സായിയുടെ കാര്യം പറയാം. സായി ഒരുപാട് പ്രതീക്ഷയോടെയാണ് ബിഗ് ബോസിലേക്ക് സായി വന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സായിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു നല്ല പേഴ്സണാലിറ്റിയാണ് സായി എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊരു മനുഷ്യനെ കണ്ടെത്താനുള്ള ഒരു ഗെയിം അല്ല. എന്നാലും എനിക്ക് പേഴ്സണലി സായി ഇഷ്ടമാണ്. സായിയുടെ ആ ഒരു പല വിഷയങ്ങളിലുമുള്ള പ്രതികരണങ്ങളും ഇഷ്ടമാണ്. പക്ഷെ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ സായിയുടെ ഒരു പെർഫോമൻസ് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അടുത്തതായിട്ട് അഭിഷേക് ശ്രീകുമാർ വന്നപ്പോൾ ഒരു ഒന്നൊന്നര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ്. സായിയെ പോലെ തന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന ആളാണ്. പക്ഷെ പിന്നീട് ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയി. അത് ബിഗ് ബോസ് ഒതുക്കിയതാണെങ്കിലും ശരി, ഒതുങ്ങിപ്പോയി. ഇപ്പോൾ ടാസ്കുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഭിപ്രായം പറയേണ്ട സമയങ്ങളിൽ അത് പറഞ്ഞിട്ടില്ല. കൺമുന്നിൽ ഒരു വിഷയം നടന്നാൽ പോലും ഇടപെടില്ല. അങ്ങനെ ഒന്നിനും ഇടപെടാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പൊതുവെ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ഗെയിമിന്റെ രീതി നോക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഗെയിം അഭിഷേകിനും അവിടെ ഇല്ല. അഭിഷേക് പോയാലും അവിടെ നിന്നാലും ഷോയിൽ അതൊരു ഇമ്പാക്റ്റും കൊണ്ടുവരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഭിഷേക് ഒരു നല്ല പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഗെയിമിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സീസൺ 6 ഗബ്രി പുറത്തു പോയപ്പോൾ ഉണ്ടായതുപോലെ ഒരു ഗെയിം ചേഞ്ചിങ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാളല്ല അഭിഷേക് ശ്രീകുമാർ. ഈവൻ സായിയും അങ്ങനല്ല. ഇനി നമ്മുടെ മുടിയന്റെ കാര്യം എടുക്കാം. സ്വന്തമായിട്ടൊരു നിലപാട് പലപ്പോഴും ഇല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ പെട്ടെന്ന് അതിൽ ഇൻഫ്ലുവൻസ് ആയി പോകുന്ന ഒരാളാണ്. അതിൽ ആകൃഷ്ടനായിട്ട് ആ അഭിപ്രായത്തിലേക്ക് അങ്ങ് സ്വന്തം നിലപാടുകളെ മാറ്റും. ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ വളരെ ജെന്യൂനായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ജെന്യൂൻ ക്യാരക്ടറാണ്. ഒരു ഫേക്ക്നെസ് ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. പച്ചയായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഒരു ഗെയിമിന്റെ രീതി നോക്കിയാൽ സ്വന്തമായിട്ടൊരു ഗെയിമൊന്നുമില്ല. അൻസുബയോടുള്ള ഫ്രണ്ട്ഷിപ്പിൽ 100% നീതി പുലർത്തുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അതിനപ്പുറം ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഗെയിമർ എന്ന നിലയിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു BB മെറ്റീരിയൽ ലെവലിലേക്ക് അദ്ദേഹം ഉണ്ടോ എന്ന് സംശയമാണ്. പക്ഷെ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിന്നിംഗ് മെറ്റീരിയലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായ സീസണിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മത്സരാർത്ഥിയോ ആയിട്ട് തോന്നിയിട്ടില്ല. അടുത്തതായിട്ട് അൻസിബ അവിടെ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എടുത്തു പറയുന്ന ഒരാളാണ്. അളന്നു തൂക്കി സംസാരിക്കുന്ന ആളാണ്.
ആവശ്യമുള്ള വിഷയങ്ങളിൽ കറക്റ്റ് പോയിന്റുകൾ പ്രതികരിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടിയിട്ടുണ്ട്. ടാസ്കുകളിലെ പെർഫോമൻസ് വളരെ വീക്കാണ്. അതേസമയത്ത് തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ വളരെ ഇനാക്റ്റീവ് ആയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ അൻസിബ ഒരു നല്ല പേഴ്സണാലിറ്റിയാണ്, വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ്. അതോടൊപ്പം തന്നെ തന്റെ മുന്നിൽ നടക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായൊരു നിലപാട്, പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ജയിൽ നോമിനേഷൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ പോലുള്ള സമയങ്ങളിലൊക്കെ പറയാറുണ്ട്. എന്നാൽ എല്ലാ വിഷയങ്ങളിലും ഇടപെടാത്തതും സ്വന്തമായിട്ടൊരു ഗെയിം അവിടെ ഫോം ചെയ്യാത്തതും വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൻസിബയുടെ കാര്യത്തിൽ ഒരു തുടക്കം തൊട്ടേ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ അൻസിബ നല്ല രീതിയിൽ കയറി വരും, പിന്നെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയായി പോകും, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഷോയിൽ ഉടനീളം നിറഞ്ഞു നിന്നിരുന്ന ഒരാളല്ല അൻസിബ എന്ന് കാണാൻ സാധിക്കും. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നന്നായിട്ട് കളിക്കാനും പറ്റുമായിരുന്നു, വേണമെങ്കിൽ വിന്നർ ആകാനും പറ്റുമായിരുന്നു. പക്ഷേ ഒരുപാട് ദിവസം ഉഴപ്പിക്കളഞ്ഞത് തിരിച്ചടിയായി. അത് നമുക്ക് സിജോയെ കുറിച്ച് സംസാരിക്കാം. സിജോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസണിൽ ഒരു വിന്നർ മെറ്റീരിയൽ ആവേണ്ട മനുഷ്യനാണ്, വിന്നർ ആവാൻ ചാൻസസ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈവൻ ആ ഒരു ഇടി കൊണ്ട് പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ടും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വിന്നർ ആവാനുള്ള അർഹത സിജോയ്ക്കുണ്ട്. കാരണം വലിയൊരു ഫിസിക്കൽ അസാൾട്ട് നേരിട്ടിട്ടും പുള്ളി എന്ത് ചെയ്തു, അതിനെ അതിജീവിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം സിജോയ്ക്ക് ഇതിനകത്ത് ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടില്ല. കാരണം സിജോ വന്നതിന് ശേഷം കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഗെയിം കളിക്കണമായിരുന്നു. ആ ഒരു ഗെയിം അവിടെ കാണുന്നില്ല. വന്നപ്പോൾ തന്നെ കുറെ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടിയിട്ട് അങ്ങനെ ഒരു ഗെയിമിലേക്ക് പോയി. 1-2 പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിലേക്ക് ഒതുങ്ങിപ്പോയി. അപ്പോൾ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ കുറെ ദിവസങ്ങൾ നഷ്ടപ്പെട്ട ആളാണ് സിജോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, അതിനെല്ലാവരെയും എടുത്തിട്ട് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണം. അങ്ങനെ ഒരു ഗെയിം ഇല്ലാതെ പോയതാണ് തിരിച്ചടിയായത്. അത് മാറ്റി നിർത്തിയാൽ ഒരു സർവൈവൽ ഗെയിം ഷോയിൽ വിൻ ചെയ്യാനുള്ള എല്ലാ ക്വാളിറ്റിയും സിജോയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഗെയിമിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സിജോയ്ക്കും ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഗെയിം ഇല്ല. ഒരു ശക്തയായ അല്ലെങ്കിൽ ശക്തനായ ഒരു എതിരാളിയെ പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു കിടിലമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും ഗെയിം ഷോ പോകുന്നത് വേറെ പലരുടെയും രീതിയിലാണ്. അപ്പോൾ സിജോയ്ക്ക് അവിടെ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു വിന്നർ മെറ്റീരിയൽ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഇതൊരു ഗെയിം ഷോ ആണ്, അവിടെ പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി അർജുന്റെ കാര്യം. അർജുൻ തുടക്കം മുതൽ തന്നെ ടാസ്കുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. പക്ഷെ അഭിപ്രായങ്ങൾ പറയേണ്ട സമയങ്ങളിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ കഴിയാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അർജുൻ. അതിപ്പോഴും എപ്പോഴും അങ്ങനെയാണ്. അർജുൻ ആക്റ്റീവ് ഒക്കെയാണ് ഇപ്പോൾ അത്യാവശ്യം കേട്ടോ. പക്ഷേ ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ, ഒരു വഴക്ക് നടക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് തന്റെ നിലപാടുകൾ പറയാൻ അർജുന് കഴിഞ്ഞിട്ടില്ല. ശ്രീതുമായിട്ടുള്ള കോംബോ അല്ലാതെ മറ്റൊരു ഗെയിമും അർജുൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിന്നർ മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ എത്ര തവണയാണ് അർജുന്റെ പ്രൊമോ കണ്ടിട്ടുള്ളത്? വളരെ വിരളമാണ്. കാരണം അർജുൻ അതിന് മാത്രം അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ശ്രീതു കോംബോയെ മാറ്റി നിർത്തിയാൽ ക്യൂട്ട് സ്മൈലാണ്, നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ അർജുൻ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക്, ഒരു BB മെറ്റീരിയൽ ലെവലിലേക്ക്, ഒരു വിന്നർ മെറ്റീരിയൽ ആയിട്ടൊന്നും അദ്ദേഹം മാറിയിട്ടില്ല. ഒരു സാധാരണ മനുഷ്യൻ, ഒരു കുഴപ്പമില്ലാത്തൊരു നല്ല പേഴ്സണാലിറ്റി, നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യൻ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കോംബോ മാത്രമാണ് അർജുൻ്റെ അവിടുത്തെ ഗെയിം. അല്ലാതെ അർജുൻ ടാസ്കുകളിൽ പിന്നെ ഇടയ്ക്കൊക്കെ പെർഫോം ചെയ്യുന്ന മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് നിലപാടുകൾ പറയേണ്ട സമയങ്ങളിൽ പലപ്പോഴും അർജുൻ സൈലന്റ് ആയിരുന്നു. ശ്രീതുവിന്റെ കാര്യം അതിനേക്കാൾ മോശമാണ്. ശ്രീതുവിനേക്കാൾ ഫാർ ബെറ്റർ ആണ് അർജുൻ. അങ്ങനെ നോക്കുമ്പോൾ ശ്രീതു വെറും കോംബോയിൽ മാത്രം ഒതുങ്ങിപ്പോയി, അഭിപ്രായങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. കോംബോ അല്ലാതെ ഒരു ഗെയിമും ശ്രീതുവിന് അവിടെ ഇല്ല. ക്യൂട്ട്നെസ് ഉണ്ട്, ചിലപ്പോൾ നല്ലൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം, ഒരു പാവം കുട്ടിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അതൊന്നും കണ്ടെത്തുന്ന ഒരു ഗെയിമല്ല. ഇതിനകത്ത് കണ്ടന്റ് കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്, വളരെ 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 വീക്കാണ് ശ്രീതുവിന്റെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഒരു ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇനി ജിൻഡോയുടെ കാര്യം പറയാം. തുടക്കം മുതൽ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് ചർച്ചയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ. എന്ന് വെച്ചാൽ ആ ചായ പ്രശ്നം തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് അത്ര ഒരേ ലെവലിൽ നിൽക്കുന്ന ഗ്രാഫൊന്നുമില്ല. തുടക്കത്തിലൊക്കെ വളരെ മോശം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഗെയിമറാണ് ജിൻഡോ. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത വായിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ, ചില പദപ്രയോഗങ്ങൾ, അതുപോലെ ഒരു ചായയുടെ കേസിൽ ഉണ്ടാക്കിയ അടി, ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അതിനെയൊക്കെ വിമർശിച്ച ഒരാളാണ്. പക്ഷെ അവിടെ നിന്ന് ജിൻഡോ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു അസാധ്യ ഗെയിമർ എന്നുള്ള ലെവലിലേക്കാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊമോകളിൽ വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത്. ഇനി ജിൻഡോ എന്ത് കണ്ടന്റാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ലളിതമായി പറഞ്ഞാൽ എല്ലാ ടാസ്കുകളിലും ജയിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പോഴും ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ വേണ്ടി, ക്യാപ്റ്റൻ ആവാൻ വേണ്ടി സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്ന ആളാണ്. പലപ്പോഴും ജിൻഡോ അതിൽ വിജയിച്ചിട്ടുണ്ട്, പവർ ടീമിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിലപാടുകൾ പറയേണ്ട സമയത്ത് തൻ്റെ പരിമിതമായ വാക്ചാതുര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയേണ്ടത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വീട്ടുകാർ മൊത്തം ആക്രമിച്ചപ്പോഴും കരഞ്ഞു മെഴുകി എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നില്ല. ഇപ്പോൾ ജാസ്മിനോ അല്ലെങ്കിൽ ഗബ്രിയൊക്കെ എത്രയോ തവണ ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ജിൻഡോ ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നത്തിനും നിന്നിട്ടില്ല. സെൽഫ് കൺട്രോൾഡ് ആയിരുന്നു.
പലപ്പോഴും വളരെ മോശമായി പലരും അറ്റാക്ക് ചെയ്തപ്പോഴും തന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ച് നിർത്താനും ആ ഒരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് കാര്യങ്ങൾ പോകാതെ അതിനെ നിയന്ത്രിച്ച് നിർത്തി മുന്നേറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ജിൻഡോ ഒറ്റയ്ക്കായിരുന്നു. വീട്ടിലെല്ലാവരും ജിൻഡോയ്ക്കെതിരെ നിന്ന സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ജിൻഡോയുടെ ഭാഗത്ത് വീഴ്ചകളും തെറ്റുകളും പറ്റിയിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു മത്സരാർത്ഥിയാണ്. കള്ളങ്ങൾ പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ തിരുത്തി ഒരു നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ ഈ ഷോയിലൂടെ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ ലൈഫിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഷോയും കൂടിയാണ്. അങ്ങനെ മാറ്റത്തിന് വിധേയനായ ഒരു മത്സരാർത്ഥിയാണ്. പിന്നെ ആരുടെടുത്തും പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുമില്ല. എല്ലാവരുടെ ഭയങ്കര കമ്പനിയാണ്. വഴക്കുണ്ടാക്കിയാലും പുള്ളി എല്ലാവരുടെ നല്ല നൈസായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എന്റർടൈനർ ആണ്. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഡാൻസ് കളിച്ചും പാട്ടുപാടിയും അല്ലെങ്കിൽ തമാശകൾ കാണിച്ചും സ്കിറ്റുകൾ ചെയ്തുമൊക്കെ എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരാളാണ്. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന പേരുകളിലൊന്ന് ജിൻഡോയാണ്. ഇനി ജാസ്മിന്റെ കാര്യത്തിലേക്ക് വരാം. ജാസ്മിൻ തുടക്കം തൊട്ട് തന്നെ ഗബ്രിയുമായിട്ടുള്ള കോംബോയാണ് ഫോക്കസ് ചെയ്തത്. ആ കോംബോ ഏതാണ്ട് 50 ദിവസത്തിനപ്പുറം നീണ്ടു നിൽക്കുകയും ചെയ്തു. അപ്പൊ തുടക്കം തൊട്ട് തന്നെ ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നില്ല ജാസ്മിൻ, ആ കോംബോ ആയിരുന്നു ജാസ്മിന്റെ ഗെയിം. പക്ഷെ അപ്പോൾ തന്നെ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. പലപ്പോഴും നിലപാടുകൾ പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല, ആരെയും പേടിച്ചിട്ടില്ല. ടാസ്കുകളിൽ ഇടയ്ക്കൊക്കെ നന്നായിട്ട് കളിക്കും, ചിലപ്പോൾ വളരെ വീക്കായി പോകും. ഒരു ആവറേജ് ടാസ്ക് പ്ലെയർ ആയിരുന്നു. അതേ സമയത്ത് തന്നെ നിലപാടുകൾ ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോംബോ ആയിരുന്നു സ്ട്രാറ്റജി. ഇപ്പോഴും അത് തന്നെയായിരുന്നു തുടരുന്നത്. ഇന്നിപ്പോൾ വാപ്പ വന്ന ഫോട്ടോ എടുത്ത് മാറ്റുന്നത് വരെയും അതായിരുന്നു. ഇനി നാളെ തൊട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഗബ്രി എന്ന് പറയുന്ന ഒരാളില്ലാത്തൊരു ഗെയിം ജാസ്മിൻ അതിനകത്തില്ല. ഈവൻ ഗബ്രി പുറത്തു പോയെങ്കിൽ പോലും ഗബ്രിയുടെ ഫോട്ടോ വെച്ച് ആ ഗെയിം ജാസ്മിൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നില്ല ജാസ്മിൻ, പക്ഷേ സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. റോക്കിയോട് ഫൈറ്റ് ചെയ്തപ്പോഴും ജിൻഡോയോട് ഫൈറ്റ് ചെയ്തപ്പോഴും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ജാസ്മിൻ ജിൻഡോയുടെ പുറകിലേ നിൽക്കുള്ളൂ. എന്നാൽ ഒരു സ്ട്രോങ് പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ജിൻഡോയെക്കാളും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ മോറൽ സൈഡ് നോക്കുമ്പോൾ ജാസ്മിൻ ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുമുണ്ട്. എല്ലാ രീതിയിലും ഇത് പ്രേക്ഷകർ ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോയാണ്. ഇപ്പോൾ ജിൻഡോയുടെ കാര്യം പറഞ്ഞതുപോലെ തെറ്റുകൾ പലതും ജാസ്മിൻ തിരുത്തി വന്നിട്ടുണ്ട്. ഗബ്രിയുടെ കേസിൽ അല്ലെങ്കിൽ പുറത്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്താണ് ആ ജാസ്മിന്റെ നിലപാട്, തെറ്റുകൾ തിരുത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ജിൻഡോ കഴിഞ്ഞാൽ ഒരു വിന്നർ മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആള് ജാസ്മിൻ തന്നെയാണ് നിലവിൽ. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം നെഗറ്റീവ് ഗെയിമർ ആയിരുന്നെങ്കിൽ കൂടി ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത പേരാണ്, ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ പേരാണ്. ജിൻഡോയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോകളിൽ വന്നൊരു പേര് കൂടിയാണ് ജാസ്മിൻ. അപ്പോൾ ജിൻഡോയും ജാസ്മിനുമാണ് ഇതിൽ വിന്നർ ആകാൻ യോഗ്യത എന്നുള്ളതിലുപരിയായിട്ട് വിന്നർ ആവാൻ അർഹതയുള്ള കണ്ടസ്റ്റൻസ്. അതിൽ തന്നെ ഒറ്റയ്ക്ക് കളിച്ച് പൊരുതി ഒരിക്കൽ പോലും ക്വിറ്റ് ചെയ്യണമെന്ന് പറയാതെ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ കട്ടയ്ക്ക് നിന്ന് കളിക്കുന്ന ആളെന്ന് പറയുന്നത് ജിൻഡോയാണ്. സോ എൻ്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ വിന്നറാവാൻ യോഗ്യതയുള്ള ആൾ ജിൻഡോ തന്നെയാണ്. ജാസ്മിൻ എത്ര തവണയാണ് പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്, ഹിന്റുകൾ മനസ്സിലാക്കി തന്നെയാണ് ജാസ്മിൻ അവിടെ നിന്നതും പിന്നെ കളിച്ചതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ജിൻഡോ ആണെന്ന്. ഈ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.